നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? കടമോ ദാരിദ്ര്യമോ? ഒന്നുമല്ല. നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ, അപ്രതീക്ഷിതമായി നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, അവരൊക്കെ ഇന്ന് നമ്മുടെ കൂടെയില്ല. പക്ഷെ അവർ ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ അതിന് അത്രമാത്രം വില കൽപ്പിച്ചിരുന്നില്ല. ഒരു കാര്യം പറയാം. ഒരു 5 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം. ഒരു ഉമ്മ ആ കുട്ടിയെ ഒരു ദിവസം രാവിലെ വല്ലാണ്ട് ആക്രമിച്ചു, അടിച്ചു. എന്തോ കുരുത്തക്കേട് ചെയ്ത കാര്യത്തിനായിരിക്കാം. അങ്ങനെ ആ കുട്ടി 2-3 മണിയാകുന്ന സമയത്ത്, പകൽ കളിക്കുന്ന സമയത്ത് കിണറ്റിൽ വീണ് മരണപ്പെട്ടു. ആ ഉമ്മയുടെ ഒരു ദുഃഖം താങ്ങാനാകാത്ത ഒരു ദുഃഖമായിരുന്നു. കാരണം സാധാരണ ഒരു മരണമാണെങ്കിൽ സഹിക്കാം. പക്ഷേ അന്ന് ഞാൻ ഒരുപാട് ആ കുട്ടിക്ക് ഞാൻ അടിച്ചിരുന്നു എന്ന് പറഞ്ഞ് ആ ഉമ്മാൻ്റെ ദുഃഖം ഒന്ന് പറഞ്ഞ് അറിയിക്കാനുള്ളതല്ല. ആ ഉമ്മ എത്രമാത്രം ദുഃഖിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുപോലെയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന പല ആളുകളും. ആരായിക്കോട്ടെ, അവർ കുട്ടികളെ ധാരാളം ആക്രമിക്കും, പിന്നീട് ഖേദിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഏറ്റവും വലിയ പ്രയാസം അല്ലെങ്കിൽ സങ്കടമെന്ന് പറയുന്നത് ഈ കടമോ ദാരിദ്ര്യമോ ഡിപ്രഷനോ ഒന്നുമല്ല. നാമുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുമായി ബന്ധപ്പെട്ട ഉറ്റവർ, ഏറ്റവും അടുത്തവർ, പ്രാണൻ എന്നൊക്കെ പറയില്ലേ, അവരെ നമ്മളെ വിട്ട് അപ്രത്യക്ഷമായി നമ്മളെ വിട്ടു പോകുന്ന സമയത്താണ് നമ്മൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുന്നത്.